വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സിലബസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്ജക്റ്റിലേക്ക് പോവാണ്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സിലബസിലേക്ക് നിൽക്കണം. ഓക്കെ, സോ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇപ്പോ ഒരു പണ്ട് കാലത്ത്, അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വരുന്നതിന് മുമ്പ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് പിൽക്കാലത്ത്, അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വീണ്ടും റിട്രീവ് ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്, ഫയലിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോ ഈ ഫയൽ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഫയൽ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മളെ ഡേറ്റ കൂടുന്നതനുസരിച്ച്, കയ്യിലുള്ള ഡേറ്റ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് പറ്റും, നമുക്ക് ആ ഫയലിന്റെ സൈസ് നമുക്ക് കൂടും. അതിൽ നിന്ന് പിന്നെ റിട്രീവ് ചെയ്തെടുക്കാനും അതേപോലെ ഓപ്പൺ ചെയ്യാനും ഒക്കെ കുറച്ച് ടഫായിട്ട് വരും. അത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഫയലിലായിരുന്നു. ആ ഫയലിൽ നിന്നാണ് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് വന്നത്. അപ്പൊ ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് എന്താണ് നമുക്കുള്ളത്? ഫസ്റ്റ് എന്തായിരിക്കും ഉള്ളത്? കുറെ ഡേറ്റ സ്റ്റോർ ചെയ്ത് ഒരു കളക്ഷൻ ഓഫ് ഇന്റർറിലേറ്റഡ് ഡേറ്റ. എന്താണ് ഈ ഇന്റർറിലേറ്റഡ് എന്ന് പറയുന്ന കാര്യം? അതായത് പരസ്പരം ബന്ധമുള്ള കുറെ ഡേറ്റാസ്. അതായത് ഇപ്പൊ ഒരു എംപ്ലോയി ടേബിളും ഒരു ഡിപ്പാർട്ട്മെന്റ് ടേബിളും ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഒരാളായിരിക്കും. അപ്പൊ അവര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ ടേബിളും ഉണ്ടെന്ന്. അപ്പൊ അവിടെ ലൊക്കേഷനും ഡിപ്പാർട്ട്മെന്റും ഒരു റിലേഷൻ ആണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയായിരിക്കും. അതായത് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കും നമ്മൾ എന്തിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റിനകത്ത് സ്റ്റോർ ചെയ്യും. അപ്പൊ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡേറ്റ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമതെന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യുക. ആ ഡേറ്റ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് റിട്രീവ് ചെയ്യും. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വേണം, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് വേണം ടു ആക്സസ് ദോസ് ഡേറ്റാസ്. ടു ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് എന്ത് പറയാം? ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ദ ഡേറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഫയലിന്റെ ഡിസഡ്വാൻറ്റേജിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ് എ വേ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റാബേസ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കൺവീനിയന്റ് ആൻഡ് എഫിഷ്യന്റ്. നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് റിട്രീവ് ചെയ്യാം, കൺവീനിയന്റ് ആയിട്ട് അത് സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒറാക്കിൾ ഉണ്ട്, MySQL ഉണ്ട്, മൈക്രോസോഫ്റ്റ് ആക്സസ് ഉണ്ട്, പ്രോസ്പെറസ് SQL ഉണ്ട്, SQL ലൈറ്റ് ഉണ്ട്, MariaDB ഉണ്ട്. ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? ഒറാക്കിൾ ഡേറ്റാബേസിന് അല്ലെങ്കിൽ ഡേറ്റാബേസസിന് എക്സാമ്പിൾ ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ അകത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക് പഠിക്കും, അതായത് റിലേഷണൽ ആൾജിബ്ര തുടങ്ങുന്നതിന് മുമ്പ് ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ MariaDB ഏത് ടൈപ്പിനാണ് വരുന്നതാണ്? പോസ്റ്റ്ഗ്രസ് SQL, അതേപോലെ MySQL, അതേപോലെ ഒറാക്കിൾ, അതൊക്കെ ഏത് ടൈപ്പിനകത്ത് വരുന്നതാണെന്ന് കൂടെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, കീവേഡ്സ് എന്തൊക്കെയാണ്, റിലേഷണൽ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. നാളെ ആയിരിക്കും ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡെപ്തിലോട്ട് നമ്മുടെ സിലബസിലേക്ക്, അതായത് റിലേഷണൽ കാൽക്കുലസ്, റിലേഷണൽ ആൾജിബ്രയിലേക്ക് പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പഠിച്ചു. ഈ എക്സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റാബേസിലാണെന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇനി ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ ഡേറ്റാബേസ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, യൂണിവേഴ്സിറ്റീസ്, എയർലൈൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ, മാനുഫാക്ചറിങ്, HR മാനേജ്മെന്റ്. ഞാൻ കൂടുതൽ ഡീപ്പായിട്ടൊന്നും ഞാൻ ഓരോന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എയർലൈൻ സിസ്റ്റം എടുക്കുകയാണെന്ന്. ഈ എയർലൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഫ്ലൈറ്റ്
ഏതൊക്കെ ഫ്ലൈറ്റ്സ് ഒരു എയർപോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എയർലൈൻസ് എടുക്കുക. അപ്പൊ അവര് എത്ര ഫ്ലൈറ്റ്സ് ഉണ്ട്, അത് ഏത് സോഴ്സ് തൊട്ട് ഏത് ഡെസ്റ്റിനേഷൻ വരെയാണ് പോകുന്നത്, അതിന്റെ ഓരോന്നിന്റെ ടൈം, അതിന്റെ അകത്തുള്ള കറണ്ട് ബുക്കിംഗ് സ്റ്റാറ്റസ്, എത്രയാണ് അതിന്റെ ഫെയർ, ഫുഡ് വേണോ ഫുഡ് വേണ്ടേ, നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ അതായത് ട്രാവലിംഗ് പേഴ്സൺ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ ചില ബോണസോ അല്ലാന്നുണ്ടെങ്കിൽ ചില റിഡക്ഷനോ കൊടുക്കും, കൂപ്പൺസ് കാർഡ് കൊടുക്കും. അപ്പൊ അതറിയണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഈ ഡേറ്റാസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സണിന്റെ ഡീറ്റെയിൽസ്, അതായത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യുന്നത്, അപ്പൊ ഈ പോകുന്ന ഓരോ ജേർണിയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സേവ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഒരു കൂപ്പൺ കാർഡ് റിലീസ് ചെയ്യണമെങ്കിൽ ഇന്റേതായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കൂപ്പൺ കാർഡ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ലോജിക്ക് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ഡേറ്റാബേസിനകത്ത് അവരുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു എയർലൈൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ എക്സാമ്പിൾ ആണ്. ഞാൻ എല്ലാത്തിനും പറയുന്നില്ല, ജസ്റ്റ് 2-3 എണ്ണത്തിന് മാത്രമേ പറയുന്നുള്ളൂ. യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കോളേജസ് ആണ് ആ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ KTU അല്ലാന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുക്കുക, അതിനെ അഫിലിയേറ്റ് ചെയ്ത് കുറെ കോളേജസ് കാണും. ആ ഓരോ കോളേജസിനകത്തും ഡിഫറെന്റ് സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ടാവും, ഡിഫറെന്റ് ബ്രാഞ്ചസ്, അവരുടെ ഡീറ്റെയിൽസ് അതിനകത്ത്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ സെമസ്റ്ററിന് എത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. അത് അവർക്ക് എത്ര ബാക്ക്ലോഗ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാക്ക്ലോഗും ഇല്ലാതെ പാസ്സായ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞറിയണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഈ ഡേറ്റാസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെല്ലാത്തിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഡേറ്റയുണ്ട്, കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റയുണ്ട്, ആ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസും കൂടെ കംപ്ലൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നൗ നമുക്ക് കുറച്ച് റിലേഷണൽ മോഡൽസിലെ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കണം. ആ ടേംസ് പഠിച്ചിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിക്കുന്നത് ഉള്ള കാര്യം. ഓക്കെ, ശരി. ഒരു ടേബിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം, ഒരു സ്റ്റുഡന്റ് ടേബിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു സ്റ്റുഡന്റ് ടേബിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ID കാണും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ID കാണും. ഓക്കെ, UID എന്ന് ഞാൻ വിളിക്കും. ദെൻ അതിനകത്ത് ഒരു നെയിം കാണും, ദെൻ ഏജ് കാണും, ദെൻ ബ്രാഞ്ച് കാണും. ഓക്കെ, ദെൻ അഡ്മിഷൻ നമ്പർ കാണും. ഓക്കെ, അഡ്മിഷൻ ഓക്കെ. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും കാണും. അപ്പൊ ഓരോ ഇതിനകത്തും നമുക്ക് എന്ത് കാണും, ഒരു റോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ആയിരിക്കും ഒരു റോ നമുക്ക് തരുന്നത്. ഈ ഒരു ഫുൾ റോ തരുന്നതായിരിക്കും ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ. അടുത്ത റോ എന്ന് പറയുന്നത് അടുത്ത സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ഫുൾ കാര്യത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, റിലേഷൻ എന്ന് പറയുന്നത്, റിലേഷണൽ ആൾജിബ്രയ്ക്കകത്ത് നമ്മൾ അങ്ങനെ എന്താ വിളിക്കും, റിലേഷൻ എന്ന് വിളിക്കും. SQL-നകത്ത് ഇതിനെ നമ്മൾ എന്താ വിളിക്കും, ടേബിൾ എന്ന് വിളിക്കും. ഓക്കെ, റിലേഷണൽ ആൾജിബ്രയ്ക്കകത്ത് നമ്മൾ എന്താ വിളിക്കും, റിലേഷൻ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ ടേബിൾ എന്ന് വിളിക്കും. ഇതിന്റെ അകത്ത് ഉള്ള ഓരോ കോളത്തിനെ, അതായത് ഈ ഒരു കോളം ഹെഡറിനെ നമ്മൾ വിളിക്കുന്നത് ആട്രിബ്യൂട്ട് എന്നാണ്. ഓക്കെ, കോളം ഹെഡറിനെ നമ്മൾ ഈ ടേബിളിന്റെ ഓരോ കോളത്തിന്റെ ഹെഡറിനെ വിളിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ആട്രിബ്യൂട്ട്. ശരി, ഇത് ഫുള്ളായിട്ട് ഒരു റെക്കോർഡ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഫുൾ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്യൂപ്പിൾ അല്ലെങ്കിൽ ടപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ, ടപ്പിൾ അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്ന് വിളിക്കും. ഇനി അറ്റേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പറയാം. ശരി, നമുക്ക് ഈച്ച് റോ ഇൻ എ ടേബിൾ ഈസ് കോൾഡ് ആട്രിബ്യൂട്ട്. അതായത് ഐ ഡി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, സാലറി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ടേബിൾ എന്ന് പറയുന്നത് റോയും കോളം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടേബിൾ. അതായത് ഒരു ഫുൾ കാര്യത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടേബിൾ എന്ന് വിളിക്കുന്നത്. എ ടേബിൾ ഹാസ് ടു പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ്? റോസും കോളംസും. ദ റോ റെപ്രസെന്റ്സ് റെക്കോർഡ്. ഒരു റോ എന്ന് പറയുന്നതിന് റെക്കോർഡ് എന്ന് വിളിക്കും. അതിനെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ടപ്പിൾ ആണ്. ഒരു കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും പറയുന്നത്. ഓക്കെ, കോളം എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇനി ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ റോ ഓഫ് എ ടേബിൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ടപ്പിൾ എന്ന് വിളിക്കുന്നത്. ടപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ റോയിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടപ്പിൾ അല്ലെങ്കിൽ ട്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ടേബിളിനകത്ത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? ഡിഗ്രി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ടേബിളിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഒരു ടേബിളിനകത്ത് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4. അപ്പോൾ എത്ര ആട്രിബ്യൂട്ട് ഉണ്ടോ അതായിരിക്കും നമ്മുടെ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ഒരു ടേമാണ് ഡിഗ്രിയും അതേപോലെ കാർഡിനാലിറ്റി. നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇന്റർചേഞ്ച് ചെയ്ത്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഒരു ടേബിളിനകത്ത് എത്ര ടപ്പിൾസ് ഉണ്ട് എന്ന് പറയുന്നത്, അതായത് എത്ര റോ ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് കാർഡിനാലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. സോ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സും കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഒരു റിലേഷന്റെ അകത്ത് എത്ര ടപ്പിൾ ഉണ്ടെന്ന് ഉള്ള കണക്കിനെയാണ് നമ്മൾ കാർഡിനാലിറ്റി എന്ന് വിളിക്കുന്നത്. കോളം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം എന്ന് പറയുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കോളം എന്ന് വിളിക്കുന്നത്. റെപ്രസെന്റ്സ് ദി സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ എ സ്പെസിഫിക് ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിന് ഉള്ള സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് കോളം എന്ന് വിളിക്കുന്നത്. നൾ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്ന് പറയുന്നത് ഒരു ടേബിൾ എടുക്കുകയാണ്. ആ ടേബിളിനകത്ത് അതിനകത്ത് ചിലപ്പോ ആട്രിബ്യൂട്ടിന് വാല്യൂ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ആണ് ചെയ്യേണ്ടത്? ഒരു ആട്രിബ്യൂട്ടിന് വാല്യൂ കാണത്തില്ല. ആ ആട്രിബ്യൂട്ടിന് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അവിടെ ചെയ്യും? അവിടെ ഒരു നൾ വാല്യൂ, അതായത് ഈ ബ്ലാങ്ക് വാല്യൂ, നമ്മൾ ബ്ലാങ്ക് സ്പേസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൾ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഒരു റിയൽ ടൈം എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ആദ്യമായിട്ട് ജനിച്ചു എന്ന് വിചാരിക്കും. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് അവരുടെ പേരും അങ്ങനെ, ഇപ്പൊ ഫസ്റ്റ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ആ കുട്ടിയെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അപ്പൊ അത് ചൈൽഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിളിനകത്താണ് പോകുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഈ ടേബിളിനകത്ത് കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആ ആട്രിബ്യൂട്ട്സിനകത്ത് ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആധാർ കാർഡാണെന്ന് വിചാരിക്കുക. ഈ ആധാർ കാർഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫോട്ടോ കൊടുത്ത് ഈ സ്കാനൊക്കെ, അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ നോർമലി ഒരു 18 years ഓൾഡോ അല്ലെങ്കിൽ 10 years, അതായത് 5 years ഓൾഡോ ഉള്ള ആൾക്കാർക്ക് ആധാർ കാർഡ് കിട്ടും. പക്ഷെ ഒരു ന്യൂ ബോൺ ബേബിക്ക് ഈ ഒരു സമയത്ത് ഇപ്പൊ പുതിയതായി അനുസരിച്ച് അവർക്കും ആധാർ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ള രീതി അനുസരിച്ച് എന്താണ്? ആ ജനിക്കുന്ന കുട്ടിക്ക് ആധാർ കാർഡ് ഇല്ല. അപ്പൊ ആ ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ നമുക്ക് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നൾ വാല്യൂ ആണ്. അതിന്റെ മീനിങ് എന്താണ്? അവിടെ ഈ സമയത്ത് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടി ഇല്ല. അതായത് ആ ഒരു എൻട്രി നടത്തുന്ന സമയത്ത് ആധാർ കാർഡിന് വാല്യൂ ഇല്ല. ദാറ്റ് ഡസന്റ് മീൻസ് ദാറ്റ് അത് എപ്പോഴും നള്ളായിരിക്കും എന്നില്ല. എപ്പോഴാണോ ഒരാളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ആവുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ആ ഒരു ടേബിളിനകത്ത് അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അതായത് ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു
വാല്യൂവിന്റെ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിന്റെ വാല്യൂ അൺനോൺ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് നൾ വാല്യൂ എന്ന് വിളിക്കുന്നത്. നൾ വാല്യൂ നമ്മൾ ബ്ലാങ്ക് സ്പേസ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നൾ സ്പേസ് ആയി, കോളം ആയി. ഓക്കെ, നെക്സ്റ്റ് വൺ റിലേഷണൽ സ്കീം. ഇതെന്ന് പറയുന്നത് ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു റിലേഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതിന്റെ കൂടെ അതിന്റെ ആട്രിബ്യൂട്ട് എല്ലാം കൂടെ ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് നെയിം, സാലറി, ഇങ്ങനെ ഞാൻ എഴുതുകയാണ്. അപ്പൊ ഈ ഒരു ഫുൾ സാധനത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിലേഷണൽ സ്കീമ എന്ന് വിളിക്കുന്നത്. റിലേഷണൽ സ്കീമ. ഓക്കെ, അപ്പോൾ റിലേഷണൽ സ്കീമ എന്ന് പറയുന്നത് എന്താണ്? കണ്ടെയ്ൻ നെയിം ഓഫ് ദി റിലേഷൻ ആൻഡ് നെയിം ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് ഓർ കോളംസ്. ഓക്കെ, അതിന്റെ അകത്ത് ഏതൊക്കെ കോളംസ് ഉണ്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നുള്ള ലിസ്റ്റും അതേപോലെ ആ ഒരു റിലേഷന്റെ പേരും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിലേഷണൽ സ്കീമ എന്ന് വിളിക്കുന്നത്. ഇനി റിലേഷണൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് അറ്റ് എ പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എന്റെ ടേബിളിനകത്ത് ഉള്ള ഫൈനൈറ്റ് സെറ്റ് ഓഫ് റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് റിലേഷണൽ ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിലേഷണൽ ഇൻസ്റ്റൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ടപ്പിൾ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടപ്പിൾസ് ഉണ്ട്? 7 ടപ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ റിലേഷണൽ ഇൻസ്റ്റൻസും അതേപോലെ കാർഡിനാലിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, റിലേഷണൽ ഇൻസ്റ്റൻസ് ഡു നോട്ട് ഹാവ് ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ്. ഡ്യൂപ്ലിക്കേറ്റ് ടപ്പിൾസ് ഉണ്ടാവത്തില്ല. അതായത് 2 ടപ്പിൾസിന്റെ സെയിം സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവത്തില്ല. അത് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ തന്നെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്ന കാര്യമാണ്. റിലേഷണൽ കീ എന്ന് പറയുന്നത് ഒരു ടേബിളിനകത്ത് അല്ലെങ്കിൽ ഒരു ടേബിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് കാണും. ആ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സിന് ഡിഫറെന്റ് വാല്യൂസ് കാണും. എനിക്ക് ഒരു ടേബിളിനകത്തുനിന്ന് ഒരാളെ എനിക്ക് യുണീക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീ എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. റിലേഷണൽ കീ, each row has one or more attribute. It can identify the row in relation uniquely. അതായത് ഒരു കീ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെന്ന് പറയുന്നതിന് നമുക്ക് ഒരു റെക്കോർഡിനെ യുണീക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ കീക്കകത്ത് വേണമെങ്കിൽ ഒരു ആട്രിബ്യൂട്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടോ വരും. ഓക്കെ, അത് എന്താണ്? ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട് വരുമ്പോൾ ഒരു പേരുണ്ട്, ഒരു ആട്രിബ്യൂട്ട് വരുമ്പോൾ ഒരു പേരുണ്ട്. അതൊക്കെ എന്താണെന്നുള്ള കാര്യം നമുക്ക് കീ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദെൻ എന്താണ് ഒരു റിലേഷന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഓക്കെ, റിലേഷന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു സ്കീമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിളിന് ഒരേ പേര് വരാൻ പാടില്ല. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അത് വേറൊരു പേരിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. Name of the relation is distinct from all other relations. Then data needs to be represented as a collection of relation. അതായത് എല്ലാ ഡേറ്റയും കൂടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്, എംപ്ലോയി ഡീറ്റെയിൽസ് ഉണ്ട്, കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്, സ്റ്റാഫ് ഡീറ്റെയിൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റ ടേബിളിനകത്ത് എല്ലാം കൂടെ ഒരു കളക്ഷൻ ആയിട്ട് ഞാൻ എഴുതാൻ പാടില്ല. അത് നമുക്ക് എന്ത് പറ്റും? റിഡൻഡന്റ് ഡേറ്റാസ് ഉണ്ടാവും, അനോമലീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നോർമലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിഫറെന്റ് റിലേഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് നമ്മളിലുള്ള ഡേറ്റയിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് റിലേഷൻസിനകത്തായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു സെല്ലിനകത്ത് ഒരു വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് നമ്മളിപ്പോ ഒരു ആട്രിബ്യൂട്ട് എടുക്കുകയാണ്, ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുക്കുകയാണ്. സാധാരണ കേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡി വരും. എന്നാൽ കൂടി നമുക്ക് ഒരു റെക്കോർഡിനകത്ത് പറയുമ്പോൾ ഈ ഒരു ഫീൽഡിനകത്ത് നമുക്ക് ഒരു സെല്ല് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി മാത്രമേ പറയാൻ പറ്റൂ. ഓക്കെ, ഒരു സെല്ലിനകത്ത് ഒരു ഇമെയിൽ ഐ ഡി, അല്ലാതെ മൾട്ടി വാല്യൂകൾ നമുക്ക് പറയാൻ പറ്റില്ല. സെൽ ഓഫ് ദി ഡേറ്റ ഷുഡ് ഹാവ് എ സിംഗിൾ വാല്യൂ. അപ്പൊ അത് മനസ്സിലായി. ഈച്ച് ആട്രിബ്യൂട്ട് കണ്ടെയ്ൻ എ ഡിസ്റ്റിങ്ക്ട് നെയിം. ഓരോ ആട്രിബ്യൂട്ടിനും എന്ത് കാണണം?
ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേര് വേണം. അതായത് ഒരു റിലേഷന്റെ അകത്ത് നമുക്ക് 2 ആട്രിബ്യൂട്ടിന് സെയിം പേര് കൊടുക്കാൻ പാടില്ല. ഇനി 2 ടപ്പിൾസ് എടുക്കുകയാണ്. ടപ്പിൾസ് എടുക്കുമ്പോൾ 2 ടപ്പിൾസ് സെയിം ആവാൻ പാടില്ല. നമുക്കിപ്പോ ഒരു എ ബി സി എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. 3 ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ അകത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, 3 റോ എടുക്കുകയാണ്. 1 2 3. ഇതിനകത്ത് ഞാൻ എക്സ് വൈ ഇസഡ് ഇട്ടെന്ന് വിചാരിക്കുക. എങ്കിൽ രണ്ടാമത്തെ റോയ്ക്ക് ഞാൻ എക്സും വൈയും കൊടുക്കാം. പക്ഷെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇസഡ് ആവാൻ പാടില്ല. ഇസഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇസഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 എന്ന് പറയുന്നത് എന്തായി പോയി? സെയിം ആയിപ്പോയി. ആ ടപ്പിൾ എന്ന് പറയുന്നത് സെയിം ആയിപ്പോയി. 2 സെയിം ആയി പോയി കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അങ്ങനെ വരരുത്. അതായത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? വേറെ ഏതെങ്കിലും കാര്യം, പിഒ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ 2 ടപ്പിൾസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് n ആട്രിബ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ n-1 ടേംസ് വേണമെങ്കിൽ സെയിം ആവാം. പക്ഷെ ലാസ്റ്റ് റിമൈനിങ് ആയിട്ടുള്ള ഒരു 1 ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് അല്ല എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എറർ. ഓക്കെ, 2 ടപ്പിൾസിന് സെയിം വാല്യൂസ് വരാൻ പാടില്ല. ഓക്കെ, the value of an attribute should be from same domain. അതായത് ഞാനിപ്പോ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് ഉള്ളൊരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാരണ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 0 to 100 വരെ ആയിരിക്കും അതിന്റെ റേഞ്ച്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഇന്റിജർ ഡൊമൈനാണ്. അപ്പൊ ഇവിടെ എഴുതുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്റിജർ ആയിരിക്കും. അല്ലാതെ ഇതിനകത്ത് ABC എന്നുള്ള രീതിയിലുള്ള വാല്യൂസ് ഒന്നും വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഫ്രം സെയിം ഡൊമൈൻ ആയിരിക്കും. ഇതെല്ലാം ഏതിന്റെ പ്രോപ്പർട്ടിയാണ്? ഇതെല്ലാം റിലേഷന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിലേഷന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.